ഇത് ഞാൻ ഉത്തരവാദപ്പെട്ട NBF എന്നൊരു സംഘടനയുടെ ഫൗണ്ടിംഗ് ഡയറക്ടറാണ്. കേരളത്തിലെ KTFന്റെ പ്രസിഡന്റാണ്. വളരെ ഉത്തരവാദിത്തത്തോടെയാണ് നമ്മൾ ഈ പരാതി അയച്ചിരിക്കുന്നത്. ബാർക്കിന് ഇത് അന്വേഷിക്കാത്ത മാർഗമില്ല. നമ്മൾ ഈ ബാർക്ക് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബറുടെ പരാതി എന്നതിനുപരി ചാനലുകളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് സംഘടനകളുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് മറ്റു മാർഗമില്ല. ഞാൻ കരുതുന്നത്, എനിക്ക് കരുതാൻ ഇഷ്ടവും ഈ ബാർക്കിൽ ഈ തട്ടിപ്പ് നടന്ന ഒരു ചെറിയ സംഘം ആളുകളാണ്. പക്ഷേ ഈ ബാർക്ക് എന്ന് പറയുന്ന വലിയ റിസർച്ച് ഏജൻസിയുടെ സൽപ്പേര് ഇവർ തകർത്ത് കളയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രേംനാഥിനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇയാളുടെ എക്യുപ്മെന്റുകൾ പിടിച്ചെടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കരമായ സാങ്കേതിക ജ്ഞാനമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ ക്രിപ്റ്റോ കറൻസി തന്നെ സങ്കീർണമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിലേക്ക് കയറി മനസ്സിലാക്കാൻ കഴിയില്ല. വളരെ ഗവേഷണം നടത്തിയാൽ മാത്രമേ ക്രിപ്റ്റോയും USDTയും അതുപോലെ വാലറ്റും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഈ തട്ടിപ്പുകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച ബാർക്കിൻ്റെ വിശ്വാസ്യത പുറത്തു കൊണ്ടുവരണം. കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ ഇടപെടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം വാർത്താവിതരണ വകുപ്പ് മന്ത്രിക്ക് ഇത് ഞങ്ങൾ തന്നെ പല ആളുകളും NBFന്റെ പല ആളുകളും ഈ തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹത്തിനോട് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതിനെക്കുറിച്ച് അവെയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്തുവിടുന്ന ഇത്രയും എയർ ടൈം ചെലവാക്കി നമ്മൾ ഈ പുറത്തുവിടുന്ന വലിയ തട്ടിപ്പിൻ്റെ കഥ കൊണ്ട് ഇന്ത്യയിലെ ടെലിവിഷൻ രംഗം കുറച്ചുകൂടെ നേരെയാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാര്യം നമുക്ക് മാത്രമല്ല നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. സത്യസന്ധമായി ഈ നാട്ടിൽ ചാനൽ ബിസിനസ് നടത്താൻ ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ ഇടിവിനാശമാണ് ഈ ആളുകൾ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ തെളിവുകൾ മായ്ച്ചു കളയാതിരിക്കാൻ വേണ്ടി ഇവരുടെ എക്യുപ്മെന്റുകൾ പിടിച്ചെടുക്കണം എന്നാണ് നമുക്ക് ഈ ബാർക്ക് വിജിലൻസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ ബാർക്ക് വിജിലൻസ് എന്ന് കരുതി നിങ്ങളവിടെ മുംബൈയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ?